ഏതോ ഒരു മൊമെന്റ് ആയിരുന്നു ആക്ച്വലി ഈ ഒരു പാട്ടിറക്കാനും അതിനൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു. ശരിക്കും എന്തായിരുന്നു ആ മൊമെന്റ്? എന്തായിരുന്നു ശരിക്കും മൊമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻസൾട്ട് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് പേഴ്സണലി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ ഇനിയിപ്പം കാണിച്ചു കൊടുക്കണം, നമുക്കിങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ, അങ്ങനെയാണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനത്തെ ആളുകളുടെ മുന്നിൽ, ആളുകൾ പേര് പറയണ്ട, അങ്ങനത്തെ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ ആയിട്ട് ഭയങ്കര പ്രൗഡായിട്ട് പോയി നിന്നിട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് അങ്ങനെ നിൽക്കണം താല്പര്യമൊന്നുമില്ല. അവർ വഴി നമ്മളായി, അപ്പോൾ അവരാണല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. പിന്നെ അവർ മുമ്പിൽ പോയിട്ട് നമ്മൾ സ്റ്റൈലാക്കി നിന്നിട്ട് എന്താ കാര്യം? അപ്പം അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അവരങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ആയി, മനസ്സിലായി. അപ്പോൾ അവരാണല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്ത്. അത് ഞാൻ പറഞ്ഞത്, നമ്മളെ ഹേറ്റേഴ്സ് ആയിരിക്കും നമ്മളെ കൂടുതൽ ഹെൽപ്പാക്കൽ ഇങ്ങനത്തെ സക്സസ് ആവാൻ വേണ്ടിയിട്ട്. ഇയാളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കാണാറുണ്ട്. എപ്പോഴാണെങ്കിലും ഇങ്ങനെ ചിരിയാണ് ഹൈലൈറ്റ്. എങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്നത്? എന്ത് ചോദിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ വരുന്നതാണ്. ഇതങ്ങനെ ഇതിനപ്പുറം എനിക്കറിയില്ല. ഇതിങ്ങനെ തന്നെ എപ്പോഴും ഇങ്ങനെ. പണ്ടും ഇങ്ങനെ തന്നെയാണ്? പണ്ടും ഇങ്ങനെ തന്നെയാണ്. ചൂടാവാറിയില്ല? ദേഷ്യം പിടിക്കാറൊക്കെ, ദേഷ്യം വരുമ്പോഴല്ലേ ദേഷ്യം. വെറുതെ ഒരാളടുത്ത് പോയിട്ട് ദേഷ്യം പിടിക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് പെട്ടെന്നൊന്നും ചൂടാവാത്ത ആൾക്കാര് പിന്നീട് ചൂടാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, അവരെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇങ്ങനെ കൊട്ടും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണോ? അങ്ങനെയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ ദേഷ്യം ഉണ്ടാവും, അതപ്പം തീരും. അല്ലാണ്ട് ഈ പറഞ്ഞ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി, അങ്ങനെയൊന്നല്ല ഞാൻ. ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടുള്ള ആരോടാ? ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് എൻ്റെ ചങ്ങായിമാരോട് തന്നെ ആയിരിക്കും. അവരുടെ അടുത്താണല്ലേ? സാധാരണ ആമ്പിള്ളേരോട് ചോദിച്ചാൽ പറയും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തല്ലേ ഉമ്മയുടെ? ഇല്ലല്ല, ഉമ്മൻ്റെ അടുത്തൊന്നും അങ്ങനെ ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരിക്കൽ പോലും ഉമ്മൻ്റെ അടുത്ത് അത്ര ദേഷ്യം പിടിച്ച് സംസാരിച്ചിട്ടൊന്നും, അത്ര എന്നല്ല, ഇതുവരെ അങ്ങനെ ദേഷ്യം പിടിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല ഉമ്മൻ്റെ അടുത്ത്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട് ശരിക്കും? ഫാമിലി ഞാൻ, ഉപ്പ, ഉമ്മ, പിന്നെ 2 ബ്രദേഴ്സ് ഉണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അവരെ 2 ബ്രദേഴ്സിൻ്റെ 2 മൂത്തച്ഛന്മാരുണ്ട്. അവർക്കൊക്കെ മക്കളൊക്കെ ഉണ്ട്? അവർക്ക് എല്ലാവർക്കും മക്കളുണ്ട്. ശരിക്കൊരു മാമനും ഒരു മൂത്താപ്പയൊക്കെയാണ്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരു 7 ആൺകുട്ടികളുണ്ട് ഞങ്ങളെ വീട്ടില്. അവരെ 7 മക്കളെ മാമനാണ് ഞാൻ. 7 മക്കൾ? 7 ആൺമക്കളെ. ഒരാളുടെ 7 മക്കളുടെ മാമനാണ്? 7 മക്കളുടെ മാമനാണ്. എങ്ങനെ 7 മക്കളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? ഇല്ല, പ്രശ്നമൊന്നുമില്ല. എല്ലാവരും പിന്നെ ഈ ഒരു എൻ്റെ പാട്ട് വിട്ട് ഇങ്ങനെ പാട്ടും കേട്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അവർ കൂടെ പാടാറുണ്ടോ? അങ്ങനെ പാടാറൊന്നുമില്ല. പിള്ളേരിങ്ങനെ വീട്ടിൽ വന്നാൽ എൻ്റെ പാട്ട് പിള്ളേരിങ്ങനെ പാടും, ഞാൻ കൂടെ ഇങ്ങനെ ജസ്റ്റ് നിന്നെടുക്കും. വീഡിയോ എടുക്കൽ പരിപാടിയൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ടോ മാമന്റെ പാട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ടോ? അവരെ ഗസ്റ്റ് ആയിട്ടൊക്കെ വരാൻ പറയാറുണ്ടോ? ഇല്ലില്ല, ചെറിയ പിള്ളേരാ. അപ്പം അവരെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ. അപ്പം അവരെ ഈ സ്കൂളിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, നിങ്ങളെ മാമൻ്റെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ, അതൊക്കെ പറയും. അല്ലാണ്ട് അതിൽ കൂടുതൽ ഒന്നുമില്ല. അത് ഇപ്പോഴത്തെ ഒരു ജനറേഷനാണ് ഈ മാമനും അനന്തരവനും ഭയങ്കര ഏജ് ഡിഫറൻസ് ഇല്ല, ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ ശരിക്കും ഇയാളുടെ മാമനൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ഓർമ്മയിൽ എൻ്റെ മാമനെ ഞാൻ അങ്ങനെ വലിയൊരു ഇതുണ്ടായിട്ടില്ല. സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ? സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ വലിയൊരു കണക്ഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പം കുറച്ച് കാലമായിട്ടാണ് നല്ല കണക്ഷൻ ഉള്ളത് മാമനായിട്ട്. മാമനോട് ഇത് പറയാൻ തോന്നിയിട്ടുണ്ടോ? മാമ കണ്ടില്ല, ഞാനിപ്പോ ഒരു മാമനാണ്, ഞാൻ കണ്ടില്ല, അവരുടെ അടുത്ത് ഞാൻ എങ്ങനെ ഫ്രണ്ട്ലി ആയില്ല? ഞാൻ അങ്ങനെ ഒന്നും പറയില്ല, അങ്ങനത്തൊന്നും സംസാരിക്കില്ല. ഭയങ്കര കൂളാണ് ആള്, ഒരു പ്രശ്നമില്ല, ഭയങ്കര കൂൾ മനുഷ്യനാണ്. ഞാൻ അങ്ങനെ മാമൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല. അതായത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും വന്നിട്ട് പറയുമ്പോൾ ഞാൻ അതിന് ഓക്കെ റെസ്പെക്ട് ചെയ്തിട്ട് നമ്മൾ നിൽക്കൂലേ മാമന്മാരെ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചിന്ത ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊന്നും വന്നിട്ട് പറയൊന്നുമില്ല. നമ്മൾ എന്ത് കൊല്ലത്ത് നടന്നാണെങ്കിലും വിശ്വാസമാണ് നമ്മളെ. ഇനി ഒരു ഘട്ടമുണ്ട്, അതിനപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളത്. സോ ഒന്നും പറയലൊന്നുമില്ല. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ എൻ്റെ മകൻ ഇന്നൊരു രീതിയിൽ എത്തണം എന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ. അതായത് എൻ്റെ മോൻ, പലരും പറയില്ല എൻ്റെ മോൻ ഇന്നൊരു നിലയിലെത്തണം, അങ്ങനെ എത്തണം എന്നൊക്കെ. അതുപോലെ അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഉപ്പൻ്റെ ആഗ്രഹം കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും, എല്ലാ വാപ്പന്മാർക്കും ഉള്ള ആഗ്രഹം തന്നെയാണ്, പഠിച്ചെവിടെങ്കിലും എന്തെങ്കിലും ആവണമെന്ന് പറഞ്ഞു. അതന്നെ, എന്തെങ്കിലും പഠിച്ച് ഡിഗ്രി ഒക്കെ എടുത്ത് എന്തെങ്കിലും PSC ഒക്കെ പോയിട്ട് എന്തെങ്കിലും ആ ഒരു പരിപാടി തന്നെയാണ്. ഞാൻ പിന്നെ എനിക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വിചാരിച്ച പോലത്തെ ഒരു പരിപാടി എൻ്റെ അടുത്ത് കിട്ടൂല, നടക്കൂല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, ആദ്യമേ പറഞ്ഞാണ്. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നടക്കൂല. നിർബന്ധിച്ച് ചേർത്തിയതാണോ നിന്റെ വീട്ടിൽ? ഇല്ലില്ല, അങ്ങനത്തെ നിർബന്ധിക്കലൊന്നുമില്ല. അപ്പം എൻ്റെ വാപ്പ അങ്ങനെ ഭയങ്കര നിർബന്ധിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം കൂൾ, പോവാം, പഠിക്കണ്ടേ, പഠിക്കണ്ട, ഓക്കെ.